Hi friends, everyone Lal Brothers Middle Swagada. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. 2 ദിവസം കഴിഞ്ഞ എക്സാം ആണ്. ഓക്കേ, എന്തെങ്കിലും ഡൗട്ട് ഉള്ള ടോപ്പിക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കമന്റ് ഇടുക. ഞാൻ ആ ടോപ്പിക്സും കൂടെ വരുന്ന ക്ലാസ്സുകളിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കേ, അപ്പം ഇന്ന് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപാട് പിള്ളേർ പറഞ്ഞായിരുന്നു മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത് മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ, MO കോൺഫിഗറേഷനും MO ഡയഗ്രാമും. ഇത് പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, മോളിക്കുലർ ഓർബിറ്റൽ തിയറി ഉണ്ട്. ആ തിയറിയുടെ ഒരു 3-4 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് VSEPR തിയറിയുടെ പോയിന്റ്സ് എഴുതാൻ പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഏതെന്ന് പറഞ്ഞാൽ മോളിക്കുലർ ഓർബിറ്റൽ തിയറിയുടെ പോയിന്റ്സ്, ഇമ്പോർട്ടൻറ്റ് പോസ്റ്റുലേറ്റ്സ് എഴുതാൻ പറയാം. ജസ്റ്റ് നോക്കി വയ്ക്കുക കേട്ടോ. ഞാൻ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം എങ്ങനെ വരയ്ക്കുമെന്ന് പിന്നെ പറഞ്ഞുതരും. ആദ്യം കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞുതരാം, അത് കഴിഞ്ഞ് ഡയഗ്രാമിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ചെറിയൊരു കാര്യം ഇവിടെ കൺസെപ്റ്റ് ശ്രദ്ധിച്ചോ. കുഞ്ഞു കാര്യം, സിമ്പിളായിട്ട് നിങ്ങൾ 2 അറ്റോമിക് ഓർബിറ്റൽ എടുക്കാം. 1s ഓക്കെ, നമുക്കറിയാം 1s മാക്സിമം 2 ഇലക്ട്രോൺ, 1s മാക്സിമം 2 ഇലക്ട്രോൺ. ഈ 2 അറ്റോമിക് ഓർബിറ്റലും കൂടെ പരസ്പരം കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് പുതിയ 2 മോളിക്കുലർ ഓർബിറ്റൽ കിട്ടും. അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് സിഗ്മ 1s സിഗ്മ ഓസ്ട്രിക് 1s. ചില ആൾക്കാർ ഇതിനെ സ്റ്റാർ ഇട്ട് പറയാറുണ്ട്. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ പഠിച്ചുള്ളത് അതിട്ട് ഫോളോ ചെയ്താൽ മതി. ഞാൻ ഓസ്ട്രിക് എന്ന് പറയും, ചില ആൾക്കാർ സിഗ്മ സ്റ്റാർ 1s എന്ന് പറയും. നിങ്ങൾക്ക് ഏതാണോ പറയാൻ എളുപ്പം അത് പറഞ്ഞ് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ 2 അറ്റോമിക് ഓർബിറ്റൽ പരസ്പരം കമ്പൈൻ ചെയ്ത് 2 മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. അതെപ്പോഴും മൈൻഡിൽ വയ്ക്കുക. എത്ര അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുന്നു അത്രയും തന്നെ മോളിക്കുലർ ഓർബിറ്റലും ഫോം ചെയ്യും. ഈ 1s മാക്സിമം എത്ര ഇലക്ട്രോൺ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൂടാ? 2. അതേപോലെയാണ് സിഗ്മ 1s 2. ഈ 1s 2 അല്ലേ, സിഗ്മ സ്റ്റാർ 1s 2. ഒരു മോളിക്കുലർ ഓർബിറ്റലിൽ മാക്സിമം നമുക്ക് 2 ഇലക്ട്രോണിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ ബേസിക് കാര്യം മനസ്സിലിരിക്കട്ടെ, ബാക്കി നമുക്ക് പോവാം. നിങ്ങൾ ഇനി ഇവിടെ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസിന് വേണ്ടിയാണ്. ആദ്യത്തെ കുറച്ച് മോളിക്യൂൾസ് ഉണ്ടല്ലോ, ഹൈഡ്രജൻ, ലിഥിയം, ഇതൊക്കെ എക്സിസ്റ്റൻസ് മേ ബി കാണാം. ഹൈഡ്രജൻ കഴിഞ്ഞാൽ ഹീലിയം എക്സിസ്റ്റൻസ് കാണില്ലായിരിക്കും. മറ്റേ ആദ്യത്തെ അറ്റോമിക് നമ്പർ ഓർഡറിലെ മോളിക്യൂൾസ് ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ലിഥിയം മോളിക്യൂൾ, ബെറീലിയം മോളിക്യൂൾ, ബോറോൺ, കാർബൺ, നൈട്രജൻ. അങ്ങനെ നൈട്രജൻ വരെ ഉള്ള മോളിക്യൂൾസ് ആണെങ്കിൽ എൻ്റെ MO കോൺഫിഗറേഷൻ്റെ ഓർഡർ കാണാൻ പഠിച്ചു വയ്ക്കുക. സിഗ്മ 1s സിഗ്മ ഓസ്ട്രിക് അല്ലെങ്കിൽ സ്റ്റാർ 1s, സിഗ്മ 2s സിഗ്മ ഓസ്ട്രിക് 2s, കെ പൈ 2px ഈക്വൽ ടു പൈ 2py സിഗ്മ 2pz. ഇതുവരെ പോവുള്ളൂ, ബാക്കി അങ്ങോട്ട് പിന്നെ പൈ സ്റ്റാർ 2px ഈക്വൽ ടു ആണെങ്കിൽ പഠിച്ചു വയ്ക്കുക. അതിൻ്റെ ആവശ്യം ഇതിൽ വരുന്നില്ല, ആണ് എത്ര ഇലക്ട്രോൺസ് ഇതിലുള്ളൂ. ഓക്കെ, ആണെങ്കിൽ ബാക്കി അങ്ങോട്ട് പോയിക്കോ. പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py സിഗ്മ സ്റ്റാർ 2pz. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ നൈട്രജന് ശേഷമുള്ള ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറീലിയം, നൈട്രജന് ശേഷമുള്ള ആറ്റംസ് ആരൊക്കെയാണ്? ഓക്സിജൻ, ഫ്ലോറിൻ, നിയോൺ. നൈട്രജന് ശേഷമുള്ള മോളിക്യൂൾസ് നമ്മൾ ഓർഡറിൽ അറ്റോമിക് നമ്പറിൻ്റെ ഓർഡറിൽ എഴുതാറിയല്ലോ, അതിൽ നൈട്രജന് ശേഷം വരുന്ന ആറ്റംസ് മോളിക്യൂളായിട്ട് മാറുമ്പോഴുള്ള കോൺഫിഗറേഷൻ. സെയിം കോൺഫിഗറേഷനിൽ ചെറിയ വ്യത്യാസം. സിഗ്മ 1s 2 സിഗ്മ ഓസ്ട്രിക് 2 ഇടണ്ട, പിന്നെ പറഞ്ഞ ഓസ്ട്രിക് സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s പൈ 2px ഈക്വൽ ടു പൈ 2py. സോറി ഈ പൈ 2pxലും പൈ 2pyലും ഇലക്ട്രോൺസ് നിറയുന്നതിന് മുമ്പ് സിഗ്മ 2pz ആയിരിക്കും ഇവിടെ ഇലക്ട്രോൺസ് നിറയുന്നത്. സിഗ്മ 2pz പൈ 2px ഈക്വൽ ടു പൈ 2py. ബാക്കി എല്ലാം പഴയതില്ല കേട്ടോ. പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py സിഗ്മ സ്റ്റാർ 2pz. ഈ ഓക്സിജൻ, ഫ്ലോറിൻ, നിയോൺ തുടങ്ങിയ നൈട്രജന് ശേഷമുള്ള മോളിക്യൂൾസുകളിൽ സിഗ്മ 2pz ഈ പൈ 2pxന് പൈ 2pyനേക്കാൾ എനർജി കുറവാണ്. ഓക്കെ, ഇവന്മാർക്കാണ് എനർജി കൂടുതലാണ്. ഇവന്മാരിലായിരിക്കും ഇവൻ സിഗ്മ 2pz ആദ്യം നിറയും, അതിന് ശേഷമായിരിക്കും എനർജിയുടെ ഇൻക്രീസിങ് ഓണിൽ ഇലക്ട്രോൺ ഫില്ല് ആവുന്നത്. ഇവനേക്കാൾ എനർജി കൂടുതലാണ് ഇവന്മാർക്ക്. ഓക്കെ, ഈ ഓർഡർ ഒന്ന് നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. ഇത് പഠിക്കാൻ വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾ ഓട്ടോമാറ്റിക് എഴുതി പോകുമ്പോൾ പ്രാക്ടീസ് ആവും. ഓക്കെ, ഈ 2 ഓർഡർ നൈട്രജൻ വരെയുള്ള മോളിക്യൂൾ ഇത് പഠിച്ചു വയ്ക്കുക. നൈട്രജൻ ശേഷമുള്ള മോളിക്യൂൾസ് ആണെങ്കിൽ ഇത് പഠിച്ചു വയ്ക്കാം. വളരെ ഇമ്പോർട്ടൻറ്റ്, ഈ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കണം. പഠിച്ചു വെച്ചാൽ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചു.
ഓക്കെ ഫൈൻ, ഒന്ന് എഴുതിയെടുക്കണം കേട്ടോ. നെക്സ്റ്റ് ബോണ്ട് ഓർഡർ നോക്കാം കേട്ടോ. ബോണ്ട് ഓർഡർ സിംപ്ലി BO എന്ന് വിളിച്ചാൽ മതിയേ. ബോണ്ട് ഓർഡർ ഇസ് ദ ഹാഫ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ആൻഡ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കുക, അതിൽ നിന്നും ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കുക, അതിനെ കുറയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഹാഫ് എടുക്കാം. എടാ NB എന്ന് പറഞ്ഞാൽ നേരത്തെ തേയിലാണെങ്കിൽ ആ സ്റ്റാർ ഇട്ട് എഴുതി ഓർമ്മ ഉണ്ടോ? ആ സ്റ്റാർ ഇട്ട് എഴുതി അല്ലെങ്കിൽ ഓസ്ട്രിക് സൈൻ ഇട്ട് എഴുതിയുള്ള ഇലക്ട്രോൺസ് ആണ് NA ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലുള്ള ഇലക്ട്രോൺസ്. സ്റ്റാർ അല്ലെങ്കിൽ ഓസ്ട്രിക് സിമ്പിൾ ഇല്ലാതെ എഴുതിയ ഓർബിറ്റൽസ് ഉണ്ടല്ലോ, അതാണ് ബോണ്ടിങ്ങിൽ വരുന്നത്. മനസ്സിലായോ? ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി രണ്ട് കൺസെപ്റ്റും കൂടെ. ഇവിടെ കിട്ടിയ ബോണ്ട് ഓർഡറിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ മോളിക്യൂൾ സ്റ്റേബിൾ, നെഗറ്റീവ് ആണെങ്കിൽ മോളിക്യൂൾ അൺസ്റ്റേബിൾ. ഇത് രണ്ടും വെറുതെ പറയുന്നേ ഉള്ളൂ, നമുക്ക് ആവശ്യമില്ല. മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ്, ബോണ്ട് ഓർഡർ വാല്യൂ 0 ആണെങ്കിൽ മോളിക്യൂൾ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്, ഡസ് നോട്ട് എക്സിസ്റ്റ്. അങ്ങനെ ഒരു മോളിക്യൂള് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എക്സാമിന് ചോദിക്കും ഹീലിയം മോളിക്യൂൾ ഈസ് എക്സിസ്റ്റ് ഓർ നോട്ട്. അപ്പോൾ ചാടിക്കയറി പറയരുത് ഹീലിയം ഒരു ഇനോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനറ്റ് ഗ്യാസ് ആണ്, അതുകൊണ്ട് ഹീലിയം മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ 2 മാർക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അര മാർക്ക് കിട്ടും. ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റ്യൻ 2 മാർക്ക് വേണമെങ്കിൽ അവിടെ മീൻ ചെയ്യുന്നത് ഹീലിയത്ത് മോളിക്യൂളിൻ്റെ അങ്ങ് ബോണ്ട് ഓർഡർ എഴുതി കൊടുക്കുക. ബോണ്ട് ഓർഡർ എഴുതുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടും. ഞാൻ പഠിപ്പിക്കും എങ്ങനെ ചെക്ക് ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചു തരും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ബോണ്ട് ഓർഡറിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായെന്ന്. ഇനിയുണ്ട് 2-3 ബോണ്ട് ഓർഡറിൻ്റെ ടോപ്പിക്സ്. ബോണ്ട് ഓർഡർ 1 ആണെങ്കിൽ സിംഗിൾ ബോണ്ട്, ബോണ്ട് ഓർഡറിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ ഡബിൾ ബോണ്ട്, ബോണ്ട് ഓർഡറിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്. അങ്ങനെ 2-3 കൺസെപ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ആവശ്യം. ഇതാണ് ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ്. ബോണ്ട് ഓർഡറിൻ്റെ വാല്യൂ 0 ആയാൽ അങ്ങനെ ഒരു മോളിക്യൂൾ ഫോം ചെയ്യില്ല. ഓക്കെ, ഞാൻ എക്സാമ്പിൾ വരുമ്പോൾ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. ഇത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഓരോ ക്വസ്റ്റ്യനും പോകുമ്പോഴും പറഞ്ഞു തന്നെ പോവും. ഒരു കുഞ്ഞു ടോപ്പിക്കും കൂടെ ഉണ്ട്, പാരാമാഗ്നറ്റിസവും ഡയാമാഗ്നറ്റിസവും. നമ്മൾ മോളിക്യൂളിൽ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ, നിങ്ങൾ MO കോൺഫിഗറേഷൻ എഴുതുമ്പം അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ പാരാമാഗ്നറ്റിസമാണ് ആ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ. പെയ്ഡ് ഇലക്ട്രോൺ മാത്രമേ ഉള്ളുവെങ്കിൽ ഡയാമാഗ്നറ്റിസം. എന്താണ് അൺപെയ്ഡ് ഇലക്ട്രോണെന്നും എന്താണ് പെയ്ഡ് ഇലക്ട്രോണെന്നും ഞാൻ അതിൽ എക്സാമ്പിളിൽ പറയും. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളിപ്പോൾ അത് ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ടോപ്പിക്കിലൂടെ നമ്മൾ മെയിൻ ടോപ്പിക്കിലോട്ട് നമ്മൾ കിടക്കുകയാണ്. MO കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞുതരാം, അത് കഴിഞ്ഞ് MO ഡയഗ്രാം എഴുതാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം കാർബണിൽ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. കാർബൺ മോളിക്യൂൾ. അപ്പം നിങ്ങൾ നോക്കേണ്ട കാർബണിൻ്റെ അറ്റോമിക് നമ്പർ, അറ്റോമിക് നമ്പർ ലെറ്റർ Z അല്ലേ, കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്ടാ? 6. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആയതുകൊണ്ട് ഒരു കാർബണിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോൺ ഉണ്ട്. മോളിക്യൂൾ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ഉണ്ടാ? 2 കാർബൺ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതണം. ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 12 ഇലക്ട്രോൺ. ഒരു കാർബണിൽ 6 ഇലക്ട്രോൺ, ഇവിടെ 2 കാർബൺ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോണാണ്? 12. ഈ 12 എന്ന് പറയുമ്പോൾ കാർബൺ നൈട്രജനേക്കാളും കുറവുള്ള മോളിക്യൂളാണ്. ഓൾമോസ്റ്റ് 14 ഇലക്ട്രോൺ വരെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് എഴുതേണ്ടത്. വിച്ച് മീൻസ് നൈട്രജൻ വരെ ഉള്ളതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യേണ്ടത്. ആദ്യം പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിനെ ഒന്നും കൂടെ സൈഡിൽ എഴുതിയിടാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? σ1s, σ** 1s, σ2s, σ*2s, π2px = π2py, σ2pz. ഇനി ബാക്കിയുണ്ട് π*2px = π*2py σ*2pz. അത് അവിടെ ഇരിക്കട്ടെ, ഇതെവിടെ ഇരിക്കട്ടെ. ആ 12 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഇലക്ട്രോൺ ഇതിൽ കൊടുക്കുക, σ1s കൊടുക്കുക. 2 ഇലക്ട്രോൺ σ1s. ഇതാണ് MO കോൺഫിഗറേഷൻ. σ1s 2 ഇലക്ട്രോൺ കൊടുത്തു. അടുത്ത σ*1s വീണ്ടും 2 ഇലക്ട്രോൺ കൊടുത്തു. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ആയടാ? 4. നമുക്ക് എത്ര ഇലക്ട്രോൺ കൊടുക്കണം? 12. അടുത്ത σ2s എടുത്തു, അതിൽ 2 ഇലക്ട്രോൺ കൊടുത്തു. σ*2s 2 ഇലക്ട്രോൺ കൊടുത്തു. ഇപ്പോൾ എത്ര ഇലക്ട്രോൺ ആയടാ? 2, 4, 6, 8. ടോട്ടൽ എത്ര ഇലക്ട്രോൺ നമുക്ക് നിറയ്ക്കണം? 12. അപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത ഓർബിറ്റിൽ ആരാണ്ടാ? അവിടെ പ്രത്യേകത π2px = π2py. രണ്ടിന് ഈക്വലായിട്ടേ ഫില്ല് ചെയ്യാവേ. 2, 4, 6, 8. അതിന് മിച്ചം 4 ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ 2 കൊടുക്കുക, ഇവിടെ ഉണ്ട്.
ഈ ഒരു മോളിക്കുലർ ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോണെന്ന് അറിയുള്ളൂ കേട്ടോ, അതിന് കൂടുതൽ അറിയത്തില്ല. ഇപ്പം എത്ര ഇടാ 2 4 6 8 10 12 ആയി. എത്ര ഇലക്ട്രോൺ ഉണ്ട് കാർബൺ എന്ന് പറഞ്ഞ മോളിക്കൂളിൽ 12. ഇതാണ് MO കോൺഫിഗറേഷൻ. ഈ ഓർഡർ കാണാൻ പഠിക്കുക. എനിക്ക് ഇലക്ട്രോൺ വെച്ച് 2 അങ്ങനെ ഇട്ടങ്ങ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? എന്തെങ്കിലും ഉണ്ടോ ഇതിൽ? സംശയമുണ്ടോ? ക്ലിയർ ആയില്ലേ? ഓക്കെ, നമുക്ക് മനസ്സിലായി. ഇനി ഇവിടെ ബോണ്ട് ഓർഡർ എഴുതണം. എന്ത് എഴുതണം? ബോണ്ട് ഓർഡർ. ഫോമുല ഏതാ? ½ NB മൈനസ് NA. ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോൺ, ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോൺസ് മൈനസ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഇലക്ട്രോൺസ്, വിച്ച് മീൻസ് ½ എടാ NB. ബോണ്ടിങ് എന്ന് പറയുമ്പോൾ സ്റ്റാർ അല്ലെങ്കിൽ ഓസ്ട്രിക് സിമ്പിൾ ഇല്ലാത്ത 2 4 6 8. അപ്പോൾ 8 മൈനസ് ആൻറ്റി ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രിക് ഉള്ളത് 2 4. 8 മൈനസ് 4 4. 4 ഇൻറ്റു 1/2 2. അപ്പം ബോണ്ട് കൊണ്ട് വാല്യൂ എത്രയാണ്? 2 ആണ്. മോളിക്കൂൾ സ്റ്റേബിൾ ആണ്. ഡബിൾ ബോണ്ടാ. നിങ്ങൾക്ക് അറിയാമോ കാർബൺ ടു കാർബൺ മോളിക്കൂൾ എടുത്താൽ ഏത് ബോണ്ടാ വരുന്നത്? ഡബിൾ ബോണ്ടാണ് വരുന്നത്. എന്തുകൊണ്ടാ? ബോണ്ട് ഒരു 2T. സംശയമുണ്ടോ? ഇനി ഇത് മോളിക്കൂൾ പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ? ഒന്നുമില്ലടാ. ഇങ്ങനെയുള്ള ഓർബിറ്റലിൽ ഏതെങ്കിലും ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ വന്നോ? എങ്ങനെ വന്നോ? അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വന്നോ? ഇല്ലല്ലോ. ഇതാണ് അൺപെയ്ഡ്. 1 വന്ന അൺപെയ്ഡാ. ഓക്കെ, 2 വന്നാൽ പെയ്ഡാ. ഫുൾ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അതുകൊണ്ട് പെയ്ഡാ. 1 പറഞ്ഞാൽ എന്തായിരിക്കും? അൺപെയ്ഡ് ആയിരിക്കും. 2 അല്ലേ എല്ലാത്തിലും. അപ്പോൾ ഇത് പെയ്ഡ് മാത്രമേ ഉള്ളൂ. മോളിക്കൂൾ കണ്ടെയ്നിങ് ഓൺലി പെയ്ഡ് ഇലക്ട്രോൺ. ഹെൻസ് ദിസ് മോളിക്കൂൾ എക്സിബിറ്റ് ഡയാമാഗ്നറ്റിസം. മോളിക്കൂളിൽ എന്ത് മാത്രമേ ഉള്ളൂ? പെയ്ഡ് ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ട് ഈ മോളിക്കൂൾ ഏത് നേച്ചറാണ്? ഡയാമാഗ്നറ്റിക് നേച്ചറാണ്. ഇത്രയും എഴുതി കൊടുക്കാൻ എക്സാമിന് ചോദിക്കും. എപ്പോഴും ബോണ്ട് ഓർഡർ എഴുതാൻ പഠിക്കുക. പേരെയാണോ ഡയെന്ന് എഴുതാൻ പറ്റുക. കോൺഫിഗറേഷൻ പഠിക്കുക. ഞാൻ വരയ്ക്കാൻ പിന്നെ പറഞ്ഞു തരും കേട്ടോ. N2 F2 രണ്ടെണ്ണം വരയ്ക്കാൻ പറഞ്ഞുതരാം. ഓക്കെ, മനസ്സിലായോ? സംശയമുണ്ടോ? ശരി, നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. നമുക്ക് ബോറോൺ ഒന്ന് നോക്കി നോക്കാം. ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ 5. ബോറോണിൻ്റെ മോളിക്കൂൾ നമ്മൾ B2 കേട്ടോ. ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 5. അറ്റോമിക് നമ്പറിൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് അറിയാം, Z അല്ലേ? അപ്പോൾ അറ്റോമിക് നമ്പർ എത്രയാണ്? ബോറോണ് 5 ആണ്. അപ്പം ബോറോണിൽ 5 ഇലക്ട്രോൺ. അപ്പം B2ൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാ? ടോട്ടൽ ഇലക്ട്രോൺ എത്ര ഉണ്ടാ? 10. നേരത്തെ പോലെ MO കോൺഫിഗറേഷൻ പറ. ബോറോണും ആർക്ക് നൈട്രജനേക്കാളും കുറവുള്ള മോളിക്കൂൾ, നൈട്രജൻ വരെയുള്ള മോളിക്കൂളിന് ആദ്യം പറഞ്ഞ കോൺഫിഗറേഷൻ, അത് കഴിഞ്ഞ് രണ്ടാമത് പറയുന്ന കോൺഫിഗറേഷൻ. സിഗ്മ 1s 2 ഇലക്ട്രോൺ, അത് കഴിഞ്ഞ് സിഗ്മ 2s 2 ഇലക്ട്രോൺ, സിഗ്മ സ്റ്റാർ സിഗ്മ 1s 2 ഇലക്ട്രോൺ, അത് കഴിഞ്ഞ് ആരാണ്? സിഗ്മ സ്റ്റാർ 1s, അടുത്ത സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. ഇതിലെല്ലാം 2 ഇലക്ട്രോൺ വെച്ച് കൊടുത്തു നമ്മൾ. ടോട്ടൽ 10 ഇലക്ട്രോൺ നിറയ്ക്കണം. 2 4 6 8 ആയി. നേരത്തെ സൈഡിൽ എഴുതിയിട്ട് കോൺഫിഗറേഷൻ നിങ്ങൾ സൈഡിൽ എഴുതിയിടണം കേട്ടോ. 8 ആയി. ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ടാ? 2 ഇലക്ട്രോൺ നിറയ്ക്കണ്ടേ? ഒന്നുകൂടി ഞാൻ കോൺഫിഗറേഷൻ ഇവിടെ എഴുതിടാം. സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സ്റ്റാർ 2s, പൈ 2px ഈക്വൽ ടു പൈ 2py, സിഗ്മ 2pz. ഇനി പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py ഈക്വൽ ടു സിഗ്മ സ്റ്റാർ 2pz. അത്രയും വരെ എഴുതി നിർത്തുക. ഓക്കെ, ഇതനുസരിച്ച് സിഗ്മ 1s 2 കൊടുത്തു, സ്റ്റാറിൽ കൊടുത്തു, 2s കൊടുത്തു, സ്റ്റാർ 2s. ടോട്ടൽ 2 4 6 8 ഇലക്ട്രോൺ ആയി. നമുക്ക് എത്ര ഇലക്ട്രോൺ വേണ്ട? 10. അപ്പം ഇനി അടുത്ത് ആരും എഴുതണ്ട. പൈ 2px ഈക്വൽ ടു പൈ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പൈ 2pxലും 2py ഈക്വൽ. ഇനി നമുക്ക് നിറയ്ക്കാൻ 2 ഇലക്ട്രോണേ ഉള്ളൂ. ചാടി കയറി ഇവിടെ മാത്രം ഇട്ട് കളയൽ തെറ്റാണ്. ഈ പൈ 2pxലും പൈ 2pyയിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം സെയിം. അവർക്ക് എനർജി ലെവൽ സെയിം ആണ്. അതാണ് ഈക്വൽ ടു ഇട്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ 2 ഇലക്ട്രോൺസ് ഈക്വൽ ആയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ടല്ലോ, 1. മനസ്സിലായോ? അപ്പോൾ 2 4 6 8 10 ഇലക്ട്രോൺസ്. ഈ ഓർഡർ കാണാൻ പഠിച്ചിട്ട് 2 വെച്ച് കൊടുത്താൽ മതി. വേറെ ഒന്നുമില്ല. മോളിക്കൂളാണെന്ന് വിചാരിക്കണം. ബോറോണിൽ 5. അപ്പം ബോറോൺ മോളിക്കൂളിൽ എത്ര ഇലക്ട്രോൺ വരും? 10 ഇലക്ട്രോൺ വരും. മനസ്സിലായല്ലോ? ഇനി പഴയതുപോലെ ബോണ്ട് ഓർഡർ പറയടാ. ഇറ്റ് ഈസ് ദ ഹാഫ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ആൻഡ് ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, വിച്ച് മീൻസ് ഹാഫ് ഇൻറ്റു NB. ബോണ്ടിങ്ങിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 4 5 6. ആന്റി ബോണ്ടിങ് സ്റ്റാർ ഉള്ള 2 4. 6 മൈനസ് 4 2. 2 ഇൻറ്റു 1/2 1. ബോണ്ട് ഓർഡർ 1 ആണ്. ബോണ്ട് സ്റ്റേബിൾ ആണ്. എന്താണ്? എക്സിസ്റ്റ് ആണ്. പിന്നെന്താണ്? ബോണ്ട് ഓർഡർ 1 ആയിട്ട് സിംഗിൾ ബോണ്ട് ആണ്. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക് ഓർ പാരാമാഗ്നറ്റിക്? ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. വൈ?
ഇവിടെ കണ്ടോ നിങ്ങൾ എത്ര ഒരു ഇലക്ട്രോൺ വെച്ച് വന്നു അൺപെയ്ഡ് ഇലക്ട്രോൺ. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതും? മോളിക്യൂൾ ഈ സെൻറ്റൻസ് ഓർമ്മിച്ച് വെക്കോണേ. എക്സിബിറ്റ് അല്ല മോളിക്യൂൾ കണ്ടെയ്നിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസ് എഴുതാനാ ഒരു സെൻറ്റൻസ് പറയുന്നുള്ളൂ കേട്ടോ. കണ്ടെയ്നിങ് അൺപെയ്ഡ് ഇലക്ട്രോൺ. അൺപെയ്ഡ് ഇലക്ട്രോൺ മോളിക്യൂളിൻ്റെ അകത്ത് എന്തുണ്ട്? അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് ഹെൻസ് മോളിക്യൂൾ എക്സിബിറ്റ് പാരാമാഗ്നറ്റിസം അല്ലെങ്കിൽ പാരാമാഗ്നറ്റിക് ബിഹേവിയർ. +2 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. എന്താണ് പാരാമാഗ്നറ്റിസം? സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിൽ പഠിക്കും പാരാമാഗ്നറ്റിസം. ഓക്കെ, എന്തുകൊണ്ടാ? അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ മോളിക്യൂൾ ഏത് നേച്ചർ കാണിക്കും? പാരാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കും. മനസ്സിലായോ? ഇവിടെ ഇത്രയേ ഉള്ളൂ സംഗതി. സിമ്പിൾ അല്ലേ? അടുത്തൊരാളും കൂടെ തരാം കേട്ടോ. ഹീലിയം മോളിക്യൂൾ നോക്കാമേ. He2. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്ടാ? 2 ആണ്. അപ്പോൾ 2 ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആണ്. ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാ? 4. കാരണം 2 ഹീലിയം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. σ1s2 σ*1s2 ബോണ്ട് ഓർഡർ പറയടാ. ½ ഇൻറ്റു NB മൈനസ്. ഡൗട്ട് ഉണ്ടോ? 4 ഇലക്ട്രോൺ 2 ഹീലിയം കൊടുത്തു 2 ഹീലിയം കൊടുത്തു 4 തീർന്നു. ½ ഇൻറ്റു NBയിൽ എത്രയാടാ? ബോണ്ടിങ്ങിൽ 2 ഇലക്ട്രോൺ. ആൻറ്റി ബോണ്ടിങ്ങിൽ എത്രയാടാ? 2 ഇലക്ട്രോൺ. 2 - 2 0. 0 × 1/2 0. ബോണ്ട് ഓർഡർ എന്ത് കിട്ടി? 0. Therefore മോളിക്യൂൾ ഇങ്ങനെ ഒരു മോളിക്യൂൾ നിലവിലില്ല. മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ദിസ് ഈസ് ദി റാങ്ക് ക്വസ്റ്റ്യൻ. എക്സാമിന് ചോദിക്കും സ്റ്റേറ്റ് വെദർ ഹീലിയം മോളിക്യൂൾ ഈസ് എക്സിസ്റ്റ് ഓർ നോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബോണ്ട് ഓർഡർ ഹീലിയം മോളിക്യൂൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ ബോണ്ട് ഓർഡർ കോൺഫിഗറേഷൻ എഴുതുക. MO കോൺഫിഗറേഷൻ എഴുതുക. എഴുതിയിട്ട് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക. ബോണ്ട് ഓർഡർ എന്താണ്? 0. ബോണ്ട് ഓർഡർ 0 ആണെങ്കിൽ അങ്ങനെ ഒരു മോളിക്യൂൾ ഇല്ല, ഹീലിയം മോളിക്യൂൾ ഫോം ചെയ്യത്തില്ല. മനസ്സിലായോ? ഇതാണ് ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി പാരാഡയോ ഒന്നുമില്ല. കാരണം എന്താണ്? മോളിക്യൂളേ ഇല്ല, ഇങ്ങനെ ഒരു മോളിക്യൂളെ ഫോം ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ബോണ്ട് ഓർഡർ കണ്ടുപിടിച്ച് 0 കിട്ടിയാൽ അങ്ങനെ ഒരു മോളിക്യൂൾ ഫോം ചെയ്യുന്നില്ല. ഇതേപോലെ തന്നെ നിയോൺ നിങ്ങൾ നോക്കുമ്പോഴും ബോണ്ട് ഓർഡർ 0 കിട്ടും. വേറെ ബെറിയിൽ 4 8 അല്ലേ? ബെറിയിലോ നിങ്ങൾ നോക്കുമ്പോൾ എന്ത് കിട്ടും? നിങ്ങൾക്ക് ബോണ്ട് ഓർഡർ 0 കിട്ടും. അങ്ങനെ ബോണ്ട് ഓർഡർ 0 കിട്ടുന്ന മോളിക്യൂൾസ് ഒന്നും എന്ത് ചെയ്യത്തില്ലടാ? ഫോം ചെയ്യത്തില്ല. അപ്പോൾ മോളിക്യൂൾ കനോട്ട് എക്സിസ്റ്റ് അല്ലെങ്കിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് അല്ലെങ്കിൽ മോളിക്യൂൾ കനോട്ട് ഫോംഡ് എന്ന് പറഞ്ഞ് നിർത്തുക. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇനി വളരെ ഇമ്പോർട്ടൻറ്റ് നൈട്രജൻ്റെയും ഫ്ലൂറിൻ്റെയും കോൺഫിഗറേഷൻ ആദ്യം പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നൈട്രജൻ ഫ്ലൂറിൻ ഓക്സിജൻ കോൺഫിഗറേഷൻ പറഞ്ഞ് തിരിച്ച് വരയ്ക്കാൻ പറഞ്ഞുതരാം. ഓക്കെ, നോക്കാം. നെക്സ്റ്റ് നൈട്രജൻ. ഡയറക്റ്റായിട്ട് എഴുതിയാണ്. നൈട്രജൻ അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പോൾ 7 ഇലക്ട്രോൺ. 2 നൈട്രജൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺ കാണും? 14 ഇലക്ട്രോൺ. അപ്പം ടോട്ടൽ ഇലക്ട്രോൺ 14. ഇവിടെ ബാക്കി എഴുതി നിർത്തണേ. π*2px = π*2py σ*2pz. അതല്ലേ കറക്റ്റ്? ഫുൾ ഉണ്ടല്ലോ, അല്ല ആവശ്യം വരത്തില്ല. കോൺഫിഗറേഷൻ എഴുതാം. MO കോൺഫിഗറേഷൻ 14 ഇലക്ട്രോൺ. ഉള്ളിൽ പറയിക്കോട്. σ1s 2 ഇലക്ട്രോൺ, σ2s 2 ഇലക്ട്രോൺ, σ*1s 2 ഇലക്ട്രോൺ, σ2s 2 ഇലക്ട്രോൺ, σ*2s 2 ഇലക്ട്രോൺ. π2px = π2py. 2 4 6 8. ഇനി എത്ര? 14 ഇലക്ട്രോൺ അല്ലേ? അപ്പോൾ ഇവിടെ കൊടുക്കുക. 2 10 12 ലാസ്റ്റ് ആരാണ്? σ2pzലും 2. അങ്ങനെ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ആയി? 14 ഇലക്ട്രോൺ ആയി. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അടുത്ത് എന്തെങ്കിലും പിടിക്കും? ബോണ്ട് ഓർഡർ. എപ്പോഴും ബോണ്ട് ഓർഡർ ഫോമിൽ എഴുതി തന്നെ പോവുക കേട്ടോ. ½ ഇൻറ്റു NB മൈനസ് NA ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് ആൻറ്റി ബോണ്ടിങ്. ½ ഇൻറ്റു ബോണ്ടിങ് 2 4 6 8 10. ആൻറ്റി ബോണ്ടിങ് 2 4. 10 - 4 6. 6 × 1/2 3. അപ്പോൾ നൈട്രജൻ മോളിക്യൂളിൻ്റെ ബോണ്ട് ഓർഡർ എത്ര? 3. നിങ്ങൾക്കറിയാം നൈട്രജൻ മോളിക്യൂൾ ഇറ്റ്സ് ഇത്ര ബോണ്ടാണ്, ട്രിപ്പിൾ ബോണ്ടാണ്. ബോണ്ട് ഓർഡർ 3 കിട്ടിയോണ്ട് നൈട്രജൻ മോളിക്യൂൾ എന്താ? ട്രിപ്പിൾ ബോണ്ട്. നിങ്ങൾ പണ്ടേ പഠിച്ചിട്ടുണ്ടല്ലേ? നൈട്രജൻ മോളിക്യൂൾ ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, തണ്ടറിങ് ലൈറ്റ്നിങ് വഴിയൊക്കെയാണ് ബ്രേക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഒക്കെ പോട്ടെ. അപ്പോൾ നൈട്രജൻ ബോണ്ട് ഓർഡർ 3 ആണ്. 3 എന്ന് കിട്ടി. ഓക്കെ,
പാരാമാഗ്നറ്റിസം ആണ്. അപ്പോൾ മോളിക്കൂൾ സ്റ്റേബിൾ ആണ്, 3 കിട്ടി, ഫോം ആവും, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പേരയാണോ ഡൈ ആണോ നോക്കണം. ഓക്കെ, അതിനു വേണ്ടി അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടോ? എല്ലാം പെയ്ഡ് അല്ലേ. അപ്പം മോളിക്കൂൾ കണ്ടെയ്നിങ് ഓൺലി പെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. മോളിക്കൂൾ എക്സിബിറ്റ് ഏത് മാഗ്നറ്റിസം? ഡയാമാഗ്നറ്റിസം. ക്ലിയർ, മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, അടുത്തവൻ്റെ പറഞ്ഞുതരാം. നൈട്രജൻ വരെ കഴിഞ്ഞു. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് നൈട്രജൻ കഴിഞ്ഞ അടുത്ത എലമെൻ്റ് ആരാണ്? ഏറ്റവും നമ്പർ 8 ഉള്ള ആരാണ്? ഇറ്റ്സ് ഓക്സിജൻ. ഓക്കെ, മായ്ക്കുകയാണേ. നൈട്രജന് ശേഷമുള്ള എലമെൻസുകളുടെ പ്രത്യേകത എന്താണ്? സിഗ്മ 2pz ആദ്യം നിറയും. സിഗ്മ 2px, അത് കഴിഞ്ഞ് പൈ 2pxും പൈ 2pyയും നിറയുള്ളൂ. അപ്പം അടുത്ത എലമെൻറ്റ് ഓക്സിജൻ മോളിക്കൂൾ. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8. അപ്പം 8 ഇലക്ട്രോൺ, 2 ഓക്സിജൻ ആകുമ്പോൾ 16 ഇലക്ട്രോൺ. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺ? ടോട്ടൽ ഇലക്ട്രോൺ 16. O2 ടോട്ടൽ 16 ഇലക്ട്രോൺ. ഇതിൽ നുള്ളിപ്പറയും കുറേ MO കോൺഫിഗറേഷൻ. എന്തോരും കൊടു സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ. ഇപ്പോൾ എത്ര? 2, 4, 6, 8 ആയില്ലേ? അടുത്ത് സിഗ്മ സ്റ്റാർ അല്ല, സിഗ്മ 2pz അല്ലേ? അപ്പോൾ 2, 4, 6, 8, 10 ആയി. ഇനി എത്ര എണ്ണം ഉണ്ടാ? 16 ഇലക്ട്രോൺ അല്ലേ? 10, 12, 14 കൊടുത്തേ. പൈ 2px ഈക്വൽ ടു പൈ 2py. അപ്പം 2, 4, 6, 8, 10, 12, 14. ഇനി 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അത് ഇതിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ആരാണ്? പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py. അല്ല, എത്ര ഇലക്ട്രോൺ വീതം കൊടുക്കുക? 1, 1. സ്റ്റാറൊക്കെ എക്സാം ഇട്ടാകുമ്പോൾ കറക്റ്റായിട്ട് ഇടണം കേട്ടോ. ഞാനിങ്ങ് പെട്ടെന്ന് ഇടണയാണ്. കാരണം ഇനി 2 ഇലക്ട്രോണേ കൊടുക്കാനുള്ളൂ. നേരത്തെ പറഞ്ഞു ഇതിൽ ഈക്വലായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം 1, 1 വെച്ച്. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ആയടാ? 16 ഇലക്ട്രോണും നമ്മൾ കൊടുത്തു. സംശയമുണ്ടോ? ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഇനി ബോണ്ട് ഓർഡർ പറ. ഹാഫ് ഇൻറ്റു NB മൈനസ് ഹാഫ് ഇൻറ്റു ബോണ്ടിങ്ങിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാ? ബോണ്ടിങ്ങിൽ 2, 4, 6, 8, 10. ആൻറ്റി ബോണ്ടിങ്ങിലോ 2, 4, 5, 6. 10 - 6, 4. 4 × 1/2 2. അപ്പം ഓക്സിജൻ്റെ ബോണ്ട് ഓർഡർ എത്രയാണ്? 2. നമുക്കറിയാം ഓക്സിജൻ ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട്. സംശയമൊന്നുമില്ലല്ലോ? ഡൗട്ടുണ്ടോ? സിമ്പിൾ അല്ലേ? പേരയാണോ ഡയയാണോ? നോക്ക്. 2, 2, 2, 2, 2, 2, 2, 1 ഇലക്ട്രോൺ. അപ്പം മോളിക്കൂളിൽ എന്തുണ്ട്? അൺപെയ്ഡ്. മോളിക്കൂൾ എക്സിബിറ്റ് അൺപെയ്ഡ് ഇലക്ട്രോൺ. ഹെൻസ് മോളിക്കൂളിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് മോളിക്കൂൾ ഏത് നേച്ചറാ? പാരാമാഗ്നറ്റിക്സം അല്ലെങ്കിൽ പാരാമാഗ്നറ്റിക് ബിഹേവിയർ. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? അടുത്ത ഫ്ലൂറിനും കൂടെ ഉണ്ട്. ഇത്രയും സംശയമൊന്നുമില്ലല്ലോ? അടുത്ത ഫ്ലൂറിൻ ഇത് വെച്ച് തന്നെ ഞാൻ എഴുതുകയാണ്. ഓക്കെ, അടുത്ത ആളാണ് ഫ്ലൂറിൻ. F2. F2 എന്ന് പറയുമ്പം 9 അറ്റോമിക് നമ്പർ. 9 എന്ന് പറയുമ്പം 9 ഇലക്ട്രോൺ. അപ്പോൾ F2 എന്ന് പറയുമ്പം 18 ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺ എത്രയാണ്ടാ? 18 ടോട്ടൽ ഇലക്ട്രോൺ. അപ്പം 2, 4, 6, 8, 10, 12, 14, 16, 18 കോൺഫിഗറേഷൻ. ക്ലിയർ ആയില്ലേ? നേരത്തെ പോലെ തന്നെ മാക്കിയാതെ അതിൽ എഴുതുന്നേ ഉള്ളൂ. 18 ഇലക്ട്രോൺ ഇങ്ങനെ കൊടുക്കുക. ബോണ്ടിങ് 2, 4, 6, 8, 10, 10 ഇലക്ട്രോൺ. ആൻറ്റിബോഡി 2, 4, 6, 8. 10 - 2, 2 × 1/2 1. ഫ്ലൂറിലെ മോളിക്കൂൾ എത്ര? ബോണ്ട് ഓർഡർ എത്രയാണ്? 1. അൺപെയ്ഡ് ഇലക്ട്രോൺ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഏത് നേച്ചറാണ്? ഡയാമാഗ്നറ്റിസം. ഡയാമാഗ്നറ്റിസം. ഇതേപോലെ നിയോൺ ചെയ്ത് നോക്കുമ്പോൾ ബോണ്ട് ഓർഡർ 0 കിട്ടുമേ. അപ്പോൾ നിയോൺ എന്ന് പറഞ്ഞ മോളിക്കൂൾ എക്സിസ്റ്റ് ചെയ്യത്തില്ല. മനസ്സിലായോ? സിമ്പിളല്ലേ? ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നൈട്രജന് ശേഷമുള്ള മോളിക്കൂൾ ലൈക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ വരുമ്പം സിഗ്മ 2pz നിറച്ചതിന് ശേഷം മാത്രമേ ഇവന്മാർ രണ്ടുപേരും നിറയ്ക്കാവൂ. ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ? ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക. ഇനി വരയ്ക്കാൻ പറഞ്ഞു. ഇനി നമുക്ക് നൈട്രജനും ഓക്സിജനും വരയ്ക്കാൻ പറഞ്ഞുതരാം കേട്ടോ. MO ഡയഗ്രാം പറഞ്ഞുതരാം. ഓക്കെ, ഇത് കഴിഞ്ഞ വർഷമാണ് ആദ്യമായി ഡയഗ്രാം ചോദിച്ചത്. ഓക്കെ, അപ്പം സിമ്പിളാണ് വരയ്ക്കാൻ പറഞ്ഞത്. ഓക്കെ, ആദ്യം നൈട്രജൻ്റെ MO ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞത്. ശ്രദ്ധിച്ചിരിക്കണം.
നെക്സ്റ്റ് MO ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുന്നത്. MO ഡയഗ്രാം ഓഫ് നൈട്രജൻ ആണ് കേട്ടോ ആദ്യം ഞാൻ വരയ്ക്കാൻ പോകുന്നത്. N2 ആദ്യം നൈട്രജൻ്റെ കോൺഫിഗറേഷൻ അത് സൈഡിൽ എവിടെയെങ്കിലും എഴുതിയിടണേ, കാരണം എനിക്ക് വരയ്ക്കാൻ കുറച്ച് സ്ഥലം വേണമുള്ളതുകൊണ്ട് ഞാൻ നൈട്രജൻ്റെ കോൺഫിഗറേഷൻ ഇവിടെ എഴുതിയിട്ടാണ് കേട്ടോ. നൈട്രജൻ്റെ കോൺഫിഗറേഷൻ N2 എന്ന് പറയുമ്പോൾ 7 ഇലക്ട്രോൺ, 2 എന്ന് പറയുമ്പോൾ 14 ഇലക്ട്രോൺ. 14 ഇലക്ട്രോണിൻ്റെ കോൺഫിഗറേഷൻ ആരാ താഴെ എഴുതിയിടാണ്. ഇവിടെ കോൺഫിഗറേഷൻ ബൈ കാര്യങ്ങളും ഇവിടെ ഇത്രയും നിർത്താൻ നോക്കാം. ഓക്കെ, സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, പൈ 2px ഈക്വൽ ടു പൈ 2py 2, 4, 6, 8, 10, 12 സിഗ്മ 2pz2. ഇതാണ് നൈട്രജൻ്റെ MO കോൺഫിഗറേഷൻ. കോൺഫിഗറേഷൻ വെച്ചാണ് വരയ്ക്കേണ്ടതാണ്, സൈഡിൽ എഴുതിയിട്ട് കേട്ടോ. നമുക്ക് വരച്ചു തുടങ്ങാം. ആദ്യം ഇടത് സൈഡ് ലെഫ്റ്റ് MO ഡയഗ്രാം ഹെഡിങ്ങൊക്കെ മാറ്റിയാണ്. ഓക്കെ, വരയ്ക്കാൻ സ്ഥലം വേണം. ഇങ്ങനെ ഒരു ലൈൻ വരച്ചിടുക. ഇതാണ് എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞ് മുകളിൽ എഴുതിയിടുക. എനർജി നിങ്ങൾ വരയ്ക്കുമ്പോൾ സ്കെയിലൊക്കെ കൊണ്ട് വരച്ചു കേട്ടോ. ഓക്കെ, ഇത് എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ. ഇതിൻ്റെ ആദ്യം നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നൈട്രജൻ MO കോൺഫിഗറേഷൻ. നൈട്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? നൈട്രജൻ അറ്റോം നമ്പർ 7 അല്ലേ. അപ്പോൾ 1s2, 2s2, 2p3 ഇങ്ങനത്തെ 2 നൈട്രജൻ ഇല്ലേ. അപ്പോൾ ആരാ 1s2, 2s2 കോൺഫിഗറേഷൻ കൂടെ അവിടെ എഴുതി, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂടെ അവിടെ എഴുതിയിട്ട് ഇരിക്കട്ടെ കേട്ടോ. ആദ്യം ഞാൻ ഈ സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1sൻ്റെയും വരച്ചിരാം. വേറെ ഒന്നുമില്ലടാ. നോക്കിയേ, നൈട്രജൻ്റെ ഈ 1s അറ്റോമിക് ഓർബിറ്റലിൽ പരസ്പരം കമ്പൈൻ ചെയ്ത്, ഈ 1s അറ്റോമിക് ഓർബിറ്റൽ പരസ്പരം കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന 2 മോളിക്കുലർ ഓർബിറ്റൽസ് ആണ് ഓക്കെ. ഇങ്ങനെ വരയ്ക്കണം കേട്ടോ. ഇത് രണ്ടുമാണ് അറ്റോമിക് ഓർബിറ്റൽ, ഇത് രണ്ടുമാണ് ഞാൻ ഡോട്ട് ലൈൻ കൊണ്ട് എൻ്റെ അകത്ത് എഴുതിക്കുന്ന മോളിക്കുലർ ഓർബിറ്റലും. ഇത് രണ്ടും ഏത് ഓർബിറ്റലും വേണ്ട, അറ്റോമിക് ഓർബിറ്റലാണ്. അങ്ങനെ വേണം പഠിക്കുക, മനസ്സിലായോ? ഇതാണ് 1s, ഇത് 1s, ഇത് ഒരു നൈട്രജൻ്റെ 1s, ഇത് വേറെ നൈട്രജൻ്റെ 1s, മനസ്സിലായോ? ഇത് സിഗ്മ, ഞാൻ റെഡ് കൊണ്ട് എഴുതരാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതല്ല റെഡ് കൊണ്ട് എഴുതരാം. സിഗ്മ 1s, ഇത് സിഗ്മ സ്റ്റാർ 1s. ഓക്കെ, 1sൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാ? 2. ഇവിടുത്തെ 1sൽ എത്ര? 2. സിഗ്മ 1sൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാ? 2. സിഗ്മ സ്റ്റാർ 1sൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാ? അതും 2. മനസ്സിലായോ? അപ്പോൾ ഇത്രയാകുമ്പോൾ അത് ഇത്രയും ആൾക്കാരുടെ വരച്ചു കഴിഞ്ഞു. 2 1s അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്ത് 2 എന്താണ് സിഗ്മ 1sഉം സിഗ്മ സ്റ്റാർ 1sഉം ആയിട്ടുള്ള മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ആയി. ഇതിനൊരു കുഞ്ഞ് കൺസെപ്റ്റ് പറഞ്ഞു കേട്ടോ. ഇതാണ് അറ്റോമിക് ഓർബിറ്റൽ. അറ്റോമിക് ഓർബിറ്റിനേക്കാൾ എനർജി കുറവ്, ഇവൻ്റെ താഴെയല്ലേ വരച്ചിരിക്കുന്നതാണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. അറ്റോമിക് ഓർബിറ്റിനേക്കാൾ എനർജി കൂടുതലാണ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഇനി ആൻറ്റി ബോണ്ടിങ്ങും നോക്കുമ്പോൾ ആൻറ്റി ബോണ്ടിങ്ങിനാണ് എനർജി കൂടുതൽ. അതുകൊണ്ടാണ് എപ്പോഴും ബോണ്ടിങ് സിഗ്മ എഴുതിയതിന് ശേഷം ആണ് നമ്മളെപ്പോഴും സ്റ്റാർ, അല്ലെങ്കിൽ സാധാരണ എഴുതിയതിന് ശേഷം നമ്മൾ സ്റ്റാർ എഴുതുന്നത്. ഇതിനേക്കാൾ എനർജി കൂടുതലാണ് ആൻറ്റി ബോണ്ടിങ്ങിനെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ അല്ലെ ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ലൈക്ക് അഫ്ബാ പ്രിൻസിപ്പിൾ പോലെ. മനസ്സിലായോ? ഇനി അടുത്ത ആളെ എഴുതണം. സിഗ്മ 2sഉം ഇവൻ്റെയും ബോക്സ് വരയ്ക്കണം. ഓക്കെ, അടുത്ത് 2s സെയിം ഇതേപോലെ തന്നെ വരച്ചാൽ മതി. ഓക്കെ, പഴയതുപോലെ സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s. 2sൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാ? 2. ഇവിടെ ഈ 2 നൈട്രജന് 2 ഇലക്ട്രോൺ വീതം. സിഗ്മ 2sൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാ? 2, അതിവിടെ കൊടുത്തു. സിഗ്മ സ്റ്റാർ 2sൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാ? 2, അതും ഇവിടെ കൊടുത്തു. ഇത്രയും വരയ്ക്കാൻ മനസ്സിലായല്ലോ? അപ്പോൾ ഇതുവരെ ആയി. ഇനി അടുത്ത് വരയ്ക്കേണ്ടതാണ് ഇമ്പോർട്ടൻ്റ്. അടുത്ത് നിങ്ങൾക്ക് ആരെ വരയ്ക്കണം? പൈ 2px പൈ 2py സിഗ്മ 2pz എന്ന് പറയുന്ന പി ഓർബിറ്റൽ. അല്ലെങ്കിൽ അടുത്ത ഓർബിറ്റൽ ആരാണ്ടാ? പി ഓർബിറ്റൽ. അപ്പോൾ ഇനി നൈട്രജൻ്റെ 2 പി ഓർബിറ്റലാണ് കമ്പൈൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചോണേ വരയ്ക്കണത്.
കുറച്ചും കൂടെ മുകളിൽ സ്ഥലമുണ്ട്, മുകളിലോട്ട് വരയ്ക്കാം. ഓക്കെ, ഇതാണ് ആരുടെ എന്ന് പറഞ്ഞാൽ അടുത്ത ആളുടെ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നോക്കിയടാ, ഇതാരാ? 2p ഓർബിറ്റൽ. ഇത് 2px 2py 2pz അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇതിലേക്കും കുഴപ്പമൊന്നുമില്ല. ഇത് 2p ഓർബിറ്റൽ. അതിൽ എത്ര ഇലക്ട്രോൺ വെച്ചോണ്ട്? ഇനി ഇതാരാണ്ട? ഇതേത് ഓർബിറ്റലാണ്? പൈ 2px പൈ 2p. അപ്പോൾ ആരാണ്? പൈ 2px. ഇതാരാണ്? പൈ 2py. ഇതേത് ഓർബിറ്റലാണ്? സിഗ്മ 2pz. സിഗ്മ. ഇനി രണ്ട് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഇല്ല, എന്നാലും ഓർബിറ്റൽ എഴുതിയിട്ട് നേരത്തെ കോൺഫിഗറേഷൻ എന്തെങ്കിലും ഉണ്ട്. ഇതാരായിരിക്കും? പൈ സ്റ്റാർ 2px. ഇതാരാണ്? പൈ സ്റ്റാർ 2py. ഇതാരാണ്? സിഗ്മ സ്റ്റാർ 2pz. മനസ്സിലായോ? കാണാലോ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2p. ഓക്കെ, അപ്പം പൈ 2px പൈ 2py സിഗ്മ 2pz പൈ സ്റ്റാർ. മനസ്സിലായി? ഇലക്ട്രോൺസ് കൊടുക്കാം. നോക്കിയേ, എടാ 2pയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ? 3. രണ്ടിടത്തും 3. അപ്പോൾ ഇവിടെ 3. 1 2 3. ഇവിടെ എത്ര? 3. 1 2 3. പൈ 2pxൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ? 2. പൈ 2pyയിലും 2. സിഗ്മ 2pzൽ 2. ഇവന്മാരിലൊന്നും ഇലക്ട്രോൺസ് ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിട്ടത്. ഇതാണ് MO ഡയഗ്രാം, മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് ആരുടെ? നൈട്രജൻ്റെ MO ഡയഗ്രാം. MO ഡയഗ്രാം ഓഫ് നൈട്രജൻ. ഓക്കെ, MO ഡയഗ്രാം ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? നിങ്ങൾ ഇനി ഇവിടെ നിന്ന് മുകളിലോട്ട് നോക്കടാ. 1sൽ 2 ഇലക്ട്രോൺ, 1s2 2s2 2p3. അതല്ലേ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടെ നിന്ന് മുകളിലോട്ട് നോക്കിക്കേ. സിഗ്മ 1s2 2 2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, പൈ 2px2 ഈക്വൽ ടു പൈ 2py2, സിഗ്മ 2pz2, പൈ സ്റ്റാർ 2pxലും പൈ ഇതിലൊന്നും ഇലക്ട്രോൺസ് ഇല്ല. ഇവിടെ നിന്ന് മുകളിലോട്ട് നിങ്ങൾ നോക്കിപ്പോയാൽ മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷനും കിട്ടും. ക്ലിയർ ആയോ? ഇതാണ് MO ഡയഗ്രാം എന്ന് പറഞ്ഞാൽ. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്. ജസ്റ്റ് 1-2 പ്രാവശ്യം വരയ്ക്കാൻ പഠിക്കുക. ഇതിൻ്റെ അകത്തുള്ള ബോക്സ് മാത്രം പഠിക്കാം. കാരണം പൈലെന്ന് പറയുമ്പോൾ ഇതിൽ ഒറ്റ ബോക്സ് ഉള്ളൂ. പി ഓർബിൽ വരുമ്പോൾ 2 ബോക്സ് വരും. അത്രയേ ഉള്ളൂ കൺസെപ്റ്റ് തന്നെ. സിമ്പിൾ അല്ലേ? മനസ്സിലായോ? ഇത് വെച്ച് ഞാൻ അടുത്ത പഠിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഫ്ലൂറിൻ്റെ പറഞ്ഞുതരാം. ഫ്ലൂറിൻ്റെ നമുക്ക് കുറച്ചും ഉണ്ട്. എന്നിട്ട് നിങ്ങൾ ഓക്സിജൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഫ്ലൂറിൻ നൈട്രജൻ കഴിഞ്ഞ് അടുത്ത് ഓക്സിജൻ, അടുത്ത് ഫ്ലൂറിനാണ് പറയാൻ പോകുന്നത് കേട്ടോ. MO ഡയഗ്രാം ഓഫ് ഫ്ലൂറിൻ പറഞ്ഞുതരാം. ഞാൻ മായ്ക്കുന്നില്ല, ഇത് വെച്ച് തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ മായ്ച്ച് പഠിച്ചോളാം കേട്ടോ. നിങ്ങൾ ആദ്യം ഇതൊന്ന് നോക്കിയേ, സംശയമുള്ളവർ വേണമെങ്കിൽ ഒരു സെക്കൻഡ് താണ്ട സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും എഴുതി എടുത്തോണം, പൗസ് ചെയ്ത് എഴുതി എടുത്തോണം കേട്ടോ. ഓക്കെ, ഞാൻ അടുത്ത് ഫ്ലൂറിൻ പറയാൻ പോയാ. ഫ്ലൂറിൻ എന്ന് പറയുമ്പോടാ അറ്റോമിക് നമ്പർ 9 അപ്പോൾ ഇലക്ട്രോൺ 18. അറ്റോമിക് നമ്പർ 9 ആദ്യം എഴുതാം. 1s2 2s2 4 2p5 ആണ്. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഫ്ലൂറിനിൽ ടോട്ടൽ ഇലക്ട്രോൺ എത്രയാണ്ടാ? 18. 2 4 6. ശ്രദ്ധിക്കുക, ഫ്ലൂറിൻ എന്ന് പറയുമ്പോൾ നൈട്രജന് ശേഷമുള്ള മോളിക്കൂളാണ്. അപ്പോൾ ആദ്യം ആരും നിറയും? സിഗ്മ 2pz നിറഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ ആദ്യം ആരും നിറയ്ക്കായി യോമാർ. അപ്പം സിഗ്മ 2pz2 എന്നിട്ട് വേണം യോമാർ. അപ്പം 2 4 6 8 10 12 14. ബാക്കി ഇനി ആരാണ്? പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py. 2 4 6 8 10 12 14 16 18. ഇനി സിഗ്മ സ്റ്റാർ 2pz വേണമെങ്കിൽ എഴുതാം. അതിൽ എത്ര ഇലക്ട്രോണാ? 0 ഇലക്ട്രോൺ. ഇതിലേക്കും കുഴപ്പമില്ല, ഇലക്ട്രോൺസ് ഇല്ല. ഫ്ലൂറിൻ്റെ കോൺഫിഗറേഷൻ നിങ്ങൾക്ക് എഴുതാൻ അറിയാം, നേരത്തെ ഞാൻ പഠിപ്പിച്ചു. വരയ്ക്കുകയാണ് നേരത്തെ പോലെ. ഇവിടെ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 വരച്ചിട്ടു, നിങ്ങൾക്ക് മനസ്സിലായി. സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 വരച്ചിട്ടു, നേരത്തെ പോലെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്ത ഇതിൽ വരയ്ക്കേണ്ടതാ
ഇവനെയാണ്. ഇവൻ വരയ്ക്കുമ്പോൾ ആദ്യം ആരാ പിള്ളേരെ ഫില്ലായത്? സിഗ്മ 2pz അല്ലേ? അപ്പോൾ അതാ ഇവിടെ മാത്രം ഒന്ന് മാറ്റി വരയ്ക്കണം. അതെങ്ങനെ വരയ്ക്കും? ഇവനെ താഴെയും ഇവനെ ജസ്റ്റ് മുകളിലും വരയ്ക്കാം. മനസ്സിലായി? അത്രയുള്ള മാറ്റമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അവിടെ മാറ്റം. ഓക്കെ, ഇതാരാണ്? ഇതല്ലേ ആദ്യം തന്നെ സിഗ്മ 2pz. ഇതാരാണ്? പൈ 2px പൈ 2py. മനസ്സിലായോ? പൈ 2pxലും പൈ 2py എത്ര ഇലക്ട്രോൺ വീതം ഉണ്ടാ? സിഗ്മ 2pz എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. പൈ 2px 2 ഇലക്ട്രോൺ. പൈ 2py 2 ഇലക്ട്രോൺ. അത് കഴിഞ്ഞുള്ള ഓർബിറ്റൽ ആര് തന്നെയാണ്? മോളിക്കുലർ ഓർബിറ്റൽ പൈ സ്റ്റാർ എന്നല്ലോ. എത്ര ഇലക്ട്രോണാ? 2 ഇലക്ട്രോൺ. ഇതിൽ ആറിൽ ഇലക്ട്രോൺ ഇല്ല? സിഗ്മ സ്റ്റാർ 2pz ഇലക്ട്രോൺ ഇല്ല. ഇതാണ് MO കോൺഫിഗറേഷൻ ഓഫ് ആരെന്ന് പറഞ്ഞാൽ ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈസി അല്ലേ? ഇവിടെ മാത്രമേ ചെറിയ വ്യത്യാസം. മുകളിൽ വന്ന് താഴെ വന്നു. ആരുടെ കേസിൽ? ഫ്ലൂറിൻ. ഓക്സിജന്റെ കേസിലും അങ്ങനെ തന്നെ. ഓക്സിജന്റെ കേസിൽ ഈ സെയിം രീതി തന്നെ വരും. പക്ഷേ ഇവന്മാർ രണ്ടല്ലേ എത്ര ഇലക്ട്രോൺ വെച്ചേ വരുള്ളൂ? ഓക്സിജൻ എന്ന് പറയുമ്പോൾ 1 ഇലക്ട്രോൺ വെച്ചേ വരുള്ളൂ. ഓക്സിജൻ എത്ര ആറ്റിന്? 8 അല്ലേ? 16. ഓക്സിജൻ 16 2 4 6 8 10 12 14 16 18. അപ്പോൾ ഈ 16 ഇതുവരെ വരുള്ളൂ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഓരോ ഇലക്ട്രോൺ വീതം വരും ഓക്സിജൻ. ഈ രണ്ടെണ്ണത്തിലും ഓരോ ഇലക്ട്രോൺ വീതം ആരിൽ വരുള്ളൂ? ഓക്സിജനിൽ വരുള്ളൂ. മനസ്സിലായോ? ഇതാണ് MO ഡയഗ്രാം, മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും? വരയ്ക്കാൻ ഒരു കൺസെപ്റ്റ് പഠിച്ചു വെച്ചാൽ വളരെ സിമ്പിളാണ്. ഓക്കെ, എക്സാമിന് പ്രതീക്ഷിക്കാൻ നോക്കി വെക്കണം. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഫ്ലൂറിൻ വന്നപ്പം 2p5 അല്ലേ? ഇതിവിടെ ഇടാൻ മറന്നു കേട്ടോ. 4 5 ഇവിടെയും 4 5. അത് നോക്കിക്കോണേ കേട്ടോ. ഞാനിത് മാത്രമേ മായ്ച്ചോളൂ, ഇത് മായ്ക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ ഫ്ലൂറിൻ വരുമ്പോൾ ആരാണ്? 2p5 കൊടുത്തോണം കേട്ടോ. നിങ്ങൾക്കറിയാലോ ഇവിടെ ഇങ്ങോട്ട് നോക്കുമ്പോൾ അറ്റോമിക് ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഇതൊക്കെ കറക്റ്റ് തന്നെ. ഇവിടെ എന്താണ്? 2p5 വരണം കേട്ടോ. നോക്കിക്കോണേ ഒന്ന് കേട്ടോ. ഓക്കെ, ശരി.